ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക ബിസിനസ് ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആയിരിക്കും. എൻ്റെ അമ്മേൻ്റെ പ്രഗ്നൻസി വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചേച്ചീൻ്റെ ചാനലിൽ ഗ്യാസാ എൻ്റെ കൊച്ചെ ഊക്ക് വാങ്ങിക്കുന്നതിനൊരു കണക്ക് വേണമായിരുന്നു. ഊക്ക് വാങ്ങിക്കുന്നതിനൊരു കണക്ക് വേണമായിരുന്നു. എന്തിനാ ഇങ്ങനെ നാട്ടുകാരെടുക്കുന്ന ഇങ്ങനെ പറയിക്കുന്നതായിരുന്നു? അതാ എനിക്ക് ആലോചിക്കാനുള്ളത്. അമ്മ പ്രസവിക്കോ, അമ്മക്ക് ഗർഭിണിയാകുമോ, എന്തോ ചെയ്തോട്ടെ, അതൊക്കെ ഇന്ത്യയിൽ അധികാരമുള്ളത് തന്നെയാണല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാണല്ലോ. ആയോ എന്നാണല്ലോ ആദ്യം തന്നെ ചോദിക്കുക. ഊയ് ആയാ ഇതെല്ലാം സാധാരണമാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ വയസ്സായി എന്നൊന്നും വിചാരിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയാം, ഈ പിള്ളമാരിപ്പോൾ പെട്ടിട്ടാണ് ഉള്ളത്. കാരണം അമ്മക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, ശരി തന്നെയാണ്. പക്ഷേ ഗർഭിണിയായപ്പോൾ ഇവർ സന്തോഷവതിയാണോ? ഇവരിങ്ങനെ ബ്ലോഗിൽ വന്ന് കരയുന്നത് എന്തിനാണ്? ബ്ലോഗിൽ വന്നിട്ട് ഇവർ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്? നല്ല രീതിയിൽ ഇവരൊക്കെ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ അറിയാം, ഇതെങ്ങാനും പുറത്ത് പോയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കുഴപ്പമാക്കി കഴിഞ്ഞത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്താ വെച്ചാൽ അമ്മ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മനോരമ ന്യൂസുകാർ ഇവർ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അതാണെന്ന് എനിക്ക് മനസ്സിലാകാതെ. ആ ഓൺലൈൻ ന്യൂസിൽ വന്നപ്പോഴാണ് ഞാൻ വരെ അറിഞ്ഞത്. നമ്മളല്ലാതെ ഇമാതിരി ഇതൊന്നും പോയി നോക്കാറില്ല. പക്ഷേ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു കൊച്ചേ, ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളമ്പേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അമ്മ വയറ് കാണലും മറ്റേ ഇതും അതൊക്കെ അങ്ങ് കഴിച്ചോ. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ 10 മാസം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നടന്നത്. കാരണം ഇതന്നെയാണല്ലോ ഇനി വരാൻ പോകുന്നത്. അതായത് ഇനി ഓരോരോ ചടങ്ങുകൾ, കാര്യങ്ങൾ, ആ കല്യാണം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തോളം നമ്മൾ ബുദ്ധിമുട്ടിപ്പോയിനി. അതായത് ആ കല്യാണം കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്, അഭിമുഖം കൊടുക്കലും അത് കൊടുക്കലും ഇത് കൊടുക്കലും, ലോകത്താരും കല്യാണം കഴിക്കാതെ പോലെയായിരുന്നു. ഏതായാലും അതിന് ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും വന്നിട്ട് പറയുകയാണ് അമ്മ ഗർഭിണിയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനെന്താ ഇത്ര പ്രശ്നം? എന്താ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഗർഭിണിയാവും. അതാരായാലും അങ്ങനെയല്ലേ. അപ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ദുഃഖം എന്തിനാണ്? നിങ്ങൾ പറയും നിങ്ങൾക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ പോയി എന്നെ വിളിച്ചിട്ടില്ല, അതിൽ തന്നെ ഇല്ലേ മോളെ കുറച്ച് സങ്കടമോ? ആ സങ്കടം എന്തിനാണ്? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയേ വരത്തുള്ളൂ. ഈ യൂട്യൂബിൽ ഫേമസ് ആകാനും അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിക്കും. എല്ലാവരും ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കല്യാണം കഴിപ്പിക്കും. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാവരും കൂടി തെറ്റിപ്പിരിയും. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, കുറേ നാൾ കഴിഞ്ഞാൽ ഈ പെണ്ണും ഇതിൻ്റെ ഭർത്താവും കൂടിയിട്ട് അവിടുന്ന് തെറ്റിപ്പോവും. ഉറപ്പാണ്. അതങ്ങനെയാണ്. ആ സ്നേഹം അങ്ങനെയാണ്, അത്രയേ വരുള്ളൂ. കാരണം ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെമ്പിളറുണ്ടായിരുന്നു, അമ്മയും. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആൾക്കാർ ഈ കല്യാണ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. അതായത് അമ്മയെ പിടിച്ച് കെട്ടിക്കുക എന്നുള്ളൊരു പരിപാടി. അങ്ങനെ ഈ പെമ്പിളർ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ അമ്മയോട് സംസാരിച്ചു, അമ്മേ നമുക്കൊന്ന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് ക്ലിക്കാവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ആർഭാടപരമായിട്ട് നടത്തി. അവരടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ, എല്ലാ യൂട്യൂബ് ചാനലിലും ഇത് വൈറലായി. അവരെ യൂട്യൂബ് ചാനലും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ സന്തോഷമായി. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ അമ്മ മെല്ലെ കൈക്കലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അമ്മയുടെ ഭർത്താവും ഇതിൻ്റെ അകത്ത് കൈകടത്താൻ തുടങ്ങി. അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ 2 കൂടി ഇങ്ങനെ നടുത്തെരുവിൽ നിർത്തിയിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് ഇളയ കുട്ടീൻ്റെ കാര്യമെന്ന് കഷ്ടം. പിന്നെ അതിന് ആരുമില്ല. അമ്മക്കാണെങ്കിൽ വേറൊരു കൊച്ചായപ്പോൾ ഇവറ്റകളെ 2 പേരെയും കണ്ടുകൂടാ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ പ്രശ്നത്തോട് പ്രശ്നം. അന്ന് തന്നെ ഞാൻ പറഞ്ഞ നിൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചോ, പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, മക്കളെയെല്ലാം ഒരു സൈഡിലാക്കിയിട്ട് വേണേൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ, അല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വഭാവം മാറുമെന്ന്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗിരിജ മേഡം, അതായത് ഇനിയിപ്പോൾ കല്യാണം കഴിക്കോ അല്ലെങ്കിൽ അവർ ഗർഭിണിയാകോ എന്തോ ചെയ്തോട്ടെ, എന്തിനാ ഇങ്ങനെ വിളമ്പുന്നത്? അതായത് എല്ലാ മാധ്യമങ്ങളിലും കൊടുക്കുക, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുക. എന്നതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? എല്ലാവർക്കും വേണ്ടത് തന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ഇതിൻ്റെ അകത്തോട്ടെ അറിയിച്ചിട്ട് ഇച്ചിരി ചില്ലറി ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നും പറഞ്ഞാൽ പരസ്പര സ്നേഹമോ ഇതിൽ ഭയങ്കരമായിട്ട് ബഹുമാനം ഇതൊന്നുമില്ല. ആ കുട്ടി വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ്, ഈ കുട്ടി എന്തിനാണ് സാധാരണ എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷത്തോടു കൂടി സംസാരിക്കുന്നതാണ്. ഈ കുട്ടിയുടെ ശബ്ദമൊക്കെ ഇന്ന് എവിടെയാണ് പോയത്? വളരെ പതുക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ ഈ വീഡിയോൻ്റെ പ്രത്യേകത. എൻ്റെ അമ്മയുടെ ഗർഭത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ശബ്ദത്തിലൊക്കെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഗർഭിണിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വരദാനം തന്നെയാണ്. അതിനൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടും, ഒരു അസൂയ ഉണ്ടാകും, ഒരു കുശുമ്പുണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാകും, ഒരു ഇതുണ്ടാകും. കാരണം ഇനി അമ്മയുടെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊട്ടി ആഘോഷിക്കാതിരിക്കുക. അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് ദൈവം നല്ല രീതിയിൽ വരുത്തട്ടെ എന്ന് മാത്രം കരുതിയിട്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ഉണ്ണിയേട്ടൻ എന്നെ കൊണ്ടുപോയില്ല, അമ്മ എന്നെ വിളിച്ചില്ല, അമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെയാണ്, അമ്മ എന്നെ ഇനിയിപ്പോഴും എന്തൊക്കെ കേൾക്കണം നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത് നോർമലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗർമാർ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ വെറുപ്പിക്കുന്നതാണ്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞ് എന്തൊക്കെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും കാണേണ്ടി വരും. അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രായവും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതിപ്പോഴും ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ മനോരമ പേപ്പറിൽ വരെ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലല്ല, ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ മുഴുവൻ അറിഞ്ഞുമായിരിക്കും. ഏതായാലും അതറിഞ്ഞതറിയട്ടെ. ഇനിയും തന്നെ ഇതിൻ്റെ പുറകിൽ വന്നിട്ട്, കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അതായത് ഒരുപാട് അസൂയക്കാരുണ്ടാവും, വിഷമമുള്ളവരുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇവരെ പൂട്ടാൻ വേണ്ടിയിട്ട്, ഇവരെ കമ്പനി പൂട്ടാൻ വേണ്ടിയിട്ട്, ഇവരെ ആ ഒരു ചാരിറ്റി പ്രവർത്തനം പൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അവരൊക്കെ വെറുതെ ഇരിക്കുക. ഇനിയിപ്പോഴും കമൻറ്റിൻ്റെ അഭിഷേകമായിരിക്കൂലേ, കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും കുറച്ച് നാൾ മുമ്പ്, ഒരു 1-2 ആഴ്ച മുമ്പല്ലേ വേറൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് പ്രശ്നം വന്നത്. സ്വന്തം അനുജത്തിയെ തന്നെ പറയുന്നത് കേട്ടതല്ലേ. അതുകൊണ്ട് മോളെ, അത്ര വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും നിങ്ങളോട് കാണിക്കാൻ കഴിയില്ല. അതായത് ആ ഒരു അനിയത്തി കുട്ടിയോട് നിങ്ങൾ കാണിച്ചത് അതാർക്കും പൊറുക്കാൻ കഴിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. കാരണം എന്താ അറിയുക, അതൊക്കെ എന്ന് പറഞ്ഞ് ഇനി എന്ത് വീഡിയോ എടുക്കാനാണ്. നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുക. അത് നമ്മൾ അനിയത്തിയോടോ അനിയനോടോ ഇവരോടൊക്കെ നമ്മൾ സ്നേഹം കാണിക്കണം, നമ്മളെ കടമയാണ്. അതെന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇതെല്ലാം കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അധികം ഇതിൻ്റെ അകത്ത് ഇടപെടാത്തത്. ഇപ്പോഴും ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ്. നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമ്മ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ 1-2 മില്യൺ അടിക്ക് ഉറപ്പാണ് നടന്ന്. ഞാൻ ഉറപ്പ് പറയുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ പിടി കിട്ടൂലേ. കാരണം എന്താ അറിയുക, ആൾക്കാർക്ക് ഇപ്പോൾ അറിയേണ്ടത് എൻ്റെ ഭഗവാനിയുടെ ഓക്കൊരു 52 ഉണ്ടാവില്ലേ. 50 അതുപോരപ്പാ, 55 ഉണ്ടാവും. 50 ഇല്ലടോ. കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഇത്തിരിയല്ലേ പ്രായമുള്ളൂ. ഇതാണിപ്പോൾ നാട്ടുകാരുടെ പിന്നെ ചിന്തയായിരുന്നു. നാട്ടുകാരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടവർ നിങ്ങളെ വീഡിയോ കാണുന്നവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ എന്നാളെ ഓൾക്ക് പ്രായമില്ലേ, അല്ലെങ്കിൽ ഇതില്ലേ, ഇങ്ങനെയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് കാലത്തേക്കെങ്കിലും ഇതിങ്ങനെ ആരും അറിയാതെ, അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, അധികം പബ്ലിസിറ്റിക്ക് കൊടുക്കാതെ ഇനിയെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദ്യം ചോദിച്ചു വരുന്നത് വരെ കാത്തിരിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ കുറ്റം പറയാനോ ഇതിനൊന്നുമല്ല. ദൈവത്തെ ഓർത്തിട്ട് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ യൂട്യൂബിൽ വന്നിങ്ങനെ വരകരുത്. അതായത് യൂട്യൂബിൽ ലോകത്തുള്ള ചാനലുകാർ മുഴുവൻ ഇനി നിങ്ങളെ വീട്ടിലേക്ക് വരും. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു അതിശയം പോലെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രസവ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണകുമാറിൻ്റെ മകള് ആ ദിയ, അതിൻ്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ മോനെ 3 മില്യൺ ആൾക്കാരങ്ങാറ്റാ കണ്ടിട്ട് പോലുമായിരുന്നു. അത് കഴിഞ്ഞ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങാതിൻ്റെ അല്ലോടെ ഒന്നതിൻ്റെ പേരായിരുന്നു. ആ ചങ്ങാതിയുടെ മറ്റേ നമ്മളെ ബിഗ് ബോസിലല്ലേ എന്നാൽ അഭിശ്രീയ ഓൻ വന്നിട്ടാണ് നിങ്ങൾ 4 വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ലൈഫ് ലോങ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നടന്നത്. എല്ലാവരും ഇനി മത്സരിക്കുകയും ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനലും ഉണ്ടാക്കിയിട്ട് എല്ലാവരും പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കലാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയായിരിക്കും, അവരോട് ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ വല്ല മുത്തശ്ശിയോ അവരങ്ങായിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. എല്ലാം നമുക്കങ്ങനെ ഓപ്പണായിട്ട് പറയാൻ കഴിയില്ലല്ലോ. ഹൈപ്പ് ചെയ്യണേ, മറന്നു പോരായിരുന്നു. ആർക്കും ദേഷ്യമൊന്നും വേണ്ടട്ടോ, നമുക്ക് സങ്കടമൊന്നുമില്ല. ബൈ ബൈ.